സിനിമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ നന്ദുവിനെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ നേരെ കയറി പോകുന്നത് നന്ദുവിൻ്റെ ക്യാബിലേക്കാണ് കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ നമ്മൾ സച്ചിദാനന്ദൻ സാറിനെ അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പുതിയ സി ഐ സാറ് ചാർജൊക്കെ എടുത്തെന്നൊക്കെ അറിഞ്ഞല്ലോ, എങ്ങനെയുണ്ട് ആൾ, നിന്നെ ശല്യം ചെയ്യാനൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നന്ദു പറയുന്നുണ്ട്, നിനക്കറിയത്തില്ലേ എന്നെ ശല്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥയെന്നൊക്കെ നിനക്കറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആരെങ്കിലും ശല്യം ചെയ്യാൻ വന്നാൽ അവരെ കാല് ഞാൻ തല്ലി ഓടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അനി പറയുന്നുണ്ട്, അല്ല സി ഐ സാറല്ലേ, അതുകൊണ്ട് പിന്നെ പറയുന്നതൊക്കെ അനുസരിക്കണമല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നന്ദ് പറയുന്നുണ്ട്, ഓ ഇതിനെയും കാട്ടി വലിയ ആളെയല്ലേ ഞാൻ ഒതുക്കിയിട്ടുള്ളത്, അതിൻ്റെ കഥയൊക്കെ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ നന്ദ് പറയുന്നുണ്ട്, എന്നെ ശല്യം ചെയ്യാൻ വന്നാൽ ഞാനൊരു 8ൻ്റെ പണിയൊക്കെ അങ്ങ് കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അനിക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട്. മോനെ അനി ചോദിക്കുന്നു, അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല പോലീസ് സ്റ്റേഷനല്ലേ, അപ്പോൾ അതിൻ്റെ അകത്തൊരു കോഴിക്കളിയൊക്കെ കളിച്ചാലോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദു പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പം കോഴിക്കളി കളിച്ചാൽ നിനക്ക് എന്താ, ആളൊരു സി ഐ അല്ലേ, ഞാനങ്ങ് ജീവിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അങ്ങനെ ഇത് കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മൾ അനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, പിന്നെ പിന്നെ നീ എന്നെ വിളിച്ചാൽ കിട്ടുകയോ എന്നെ കാണാനോ ഒന്നും കിട്ടത്തില്ല, ഞാൻ ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോകുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നന്ദുവിനാണെങ്കിൽ ഉള്ളിലൊരു പേടി തോന്നുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് ആരെ കളിയും നടക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അനി പറയുന്നുണ്ട്, ഞാൻ അനാമികയെ ഉപേക്ഷിക്കാൻ വേണ്ടി പോവുക, പിന്നെ എൻ്റെ മനസ്സിലായാലും എൻ്റെ ജീവിതത്തിലായാലും നീ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ ഒരു പെണ്ണായിട്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അനി പറയുന്നുണ്ട്, നിന്നെ കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും ശരി എൻ്റെ മനസ്സിൽ നീ മാത്രമേ കാണത്തുള്ളൂ, പിന്നെ എൻ്റെ മനസ്സിലൊരു പെണ്ണായിട്ടാണെങ്കിലും ഒരു സ്വപ്നമായിട്ടാണെങ്കിലും പിന്നെ നീ മാത്രമേ ഉള്ളെന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനിയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ സച്ചിദാനന്ദൻ സാറാണെങ്കിൽ അനിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അങ്ങനെ അനിയെടുത്ത് പിന്നെ നമ്മളെ സി ഐ സാറ് ചോദിക്കുന്നുണ്ട്, നീ ഏതാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നിനക്ക് എന്താ ഇവിടെ കാര്യം, നിൻ്റെ തറവാട് വീടാണോ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ എന്തിനാ ആ പെൺകുട്ടിയെ ശല്യം ചെയ്യുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സച്ചിദാനന്ദൻ സാറ് പറയുന്നുണ്ട്, പിന്നെ എനിക്കാണെങ്കിൽ ഒരു പെൺകുട്ടിയെയും ശല്യം ചെയ്യുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല, ഞാനത് സഹിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പെൺകുട്ടികളെ ശല്യം ചെയ്ത ഒരുപാട് ആൺകുട്ടികളൊക്കെ ഞാൻ ഇടിച്ച് ശരിയാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനത്തേക്ക് നമ്മൾ അനി പറയുന്നുണ്ട്, അത് ഞാൻ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ്, അങ്ങനെ ഞാൻ കാണാൻ വന്നതാണ്, ഞങ്ങൾ കുടുംബക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ എന്നിട്ട് നമ്മളെ സാറിന് അങ്ങോട്ട് പിടിക്കുന്നില്ല. അങ്ങനെ സാറ് പറയുന്നുണ്ട്, ഇതെന്തുവാ തറവാട് വീടൊന്നും അല്ലല്ലോ, ഇത് പോലീസ് സ്റ്റേഷനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനിയെടുത്ത് കുറച്ച് ചൂടാവുന്നുണ്ട് കേട്ടോ. കാര്യച്ച വേറെ ഒന്നുമല്ല, നമ്മളെ സാറ് നോട്ടം വെച്ചിരിക്കുകയാണല്ലോ നന്ദുവിനെ, അതൊക്കെ കൊണ്ടാണ് സാറിനെ അടുത്ത് വേറെ ആരും അങ്ങോട്ട് സംസാരിക്കുന്ന സാറിനും അങ്ങോട്ട് പിടിക്കുന്നില്ല. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, പറയാതെ നമ്മൾ അനിയാണെങ്കിൽ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അനി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പോയിട്ടാണെങ്കിലും നമ്മൾ നന്ദുവിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ സി ഐ സാർ ഇങ്ങനെ എൻ്റെ അടുത്ത് ഭീഷണിപ്പെടുത്തി എൻ്റെ കാല് തല്ലി ഒടിക്കുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അയാൾക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെ നന്ദു പറയുന്നുണ്ട്, നീ ഒന്നും ചെയ്യേണ്ട, ഞാൻ തന്നെ ഇതിനുള്ള മറുപടി കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ടേ. അങ്ങനെ ആ സമയത്ത് നമ്മളെ സി ഐ സാറാണെങ്കിൽ വന്ന് നന്ദുവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട്, എന്താ നന്ദു ഇവിടെ പോലീസ് സ്റ്റേഷനല്ലേ, അല്ലാതെ തറവാട് വീടൊന്നും അല്ലല്ലോ, ഇതെന്തോ സ്വന്തക്കാരൊക്കെ കയറി ഇറങ്ങുവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ നന്ദുവിൻ്റെ അടുത്ത്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ നന്ദു ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ പോലീസ് സ്റ്റേഷനല്ലേ, തറവാട് വീടൊന്നും അല്ലല്ലോ, ഇങ്ങനെ സ്വന്തക്കാരൊക്കെ കയറി ഇറങ്ങാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നന്ദു പറയുന്നുണ്ട്, അത് അവന് എൻ്റെ അടുത്ത് ചെറിയൊരു താല്പര്യം ഇതും ഒക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അവനിങ്ങനെ എന്നെ കാണാൻ വേണ്ടി ഇടയ്ക്ക് വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ സി ഐ സാറിൻ്റെ മുഖമൊക്കെ വല്ലാതെ ആയി പോകുന്നുണ്ട് കേട്ടോ. സാറിനും ആണെങ്കിൽ ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. കാര്യം വെച്ചാൽ സാറും എന്തായാലും സ്ഥലം മാറി പോകുന്ന സമയത്ത് നമ്മളെ നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയൊക്കെ ഒരുപാടൊക്കെ ആഗ്രഹിച്ചിരിക്കുമല്ലേ സാർ. സി ഐ സാർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും അവനെ ഞാൻ കാണുന്നുണ്ട്, അവനിക്ക് വെച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടേ. ആ സമയത്ത് നമ്മൾ നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ സാർ എന്താ ചിന്തിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അതൊന്നുമില്ല, എനിക്ക് തൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നന്ദു ചോദിക്കും, എന്താ സാറേ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പം, അത് ഒഫീഷ്യലായിട്ടുള്ള കാര്യമൊന്നുമല്ല, എനിക്ക് പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് തൻ്റെ അടുത്ത് പറയാനുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സി ഐ സാറ് പറയുന്നുണ്ട്, നന്ദു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എനിക്ക് നന്ദുവിനെ കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അപ്പോൾ നന്ദുവിൻ്റെ കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി നന്ദുവിൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും വന്ന് എനിക്ക് സംസാരിച്ചിട്ട് എനിക്ക് സമ്മതം എനിക്ക് മേടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മളെ നന്ദു ആണെങ്കിൽ എടുത്തടിച്ച് പറയുന്നുണ്ട്, സാറ് അങ്ങനെ ഒരു കാര്യം സാറിന് മനസ്സിലിട്ടുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല, എനിക്കതിന് പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളെ സി ഐ സാറ് ചോദിക്കുന്നുണ്ട്, അതെന്താ ഇപ്പോൾ വന്നിട്ട് പോയ ആ പയ്യനെ ഓർത്തുകൊണ്ടാണോ നീ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. എന്ത് പറയുന്നുണ്ട്, സാറേ ഇതൊരു ഓഫീസാണ്, സാറിന് ഇത് കുടുംബകാര്യമോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോ പറയാനുള്ളൊരു സ്ഥലമല്ല, ഇതിവിടെ എന്തെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നന്ദു ആണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ സി ഐ സാർ ചോദിക്കുന്നുണ്ട്,
ചോദിക്കുന്നുണ്ട്, നന്ദു നീ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ചോദിക്കുകയാണേ. സി ഐ സാറ് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്തായാലും ഇപ്പോൾ ഒരു ആണും പെണ്ണും ആകുമ്പോൾ എന്തായാലും നമ്മളൊരു കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ നന്ദു പറയുന്നുണ്ട്, അത് എനിക്കൊരു പ്രണയമുണ്ട്, ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ അയാളെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ വേറെ ആരെയും ഞാൻ കല്യാണം കഴിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മളെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. അപ്പം രണ്ടു പേർക്കും ഇത് കേട്ടിട്ടാണെങ്കിൽ നമ്മളെ സാറിനും ആണെങ്കിൽ ദേഷ്യമാണോ സങ്കടമാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. കാരണം സാറ് പോകുമ്പോൾ നന്ദുവിനെയും കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ സാറ് നിന്നതല്ലേ. ഇനിയിപ്പോൾ സാറിൻ്റെ ആ ആഗ്രഹവും നടക്കത്തില്ലെന്ന് ഇപ്പോൾ നന്ദു ആണെങ്കിൽ എടുത്തടിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.